മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നു തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? ഉത്തരം സൂറത്തുൽ ഫതഹ് 29-ാമത്തെ ആയത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്? ഉത്തരം ഒരു തവണ. നബിയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജറ എത്രാം കൊല്ലമായിരുന്നു? ഉത്തരം ഹിജറ 10-ാം കൊല്ലം. ആദ്യം വഫാത്തായ പ്രവാചകന്റെ പത്നി? ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ? ഉത്തരം സയ്യിദ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്നിവരുടെ മാതാവ്? ഉത്തരം മരിയത്തുൽ ഖിബ്തിയ. അവസാനം വിട പറഞ്ഞ പ്രവാചക പത്നി? ഉത്തരം ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. പ്രവാചക ഭാര്യമാരെ അറിയപ്പെടുന്നത്? ഉത്തരം ഉമ്മത്തുൽ മുഅ്മിനീൻ. മദീനയുടെ പഴയ പേര്? ഉത്തരം യസ്രിബ്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത? ഉത്തരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ആര്? ഉത്തരം അലി റളിയല്ലാഹു അൻഹു. യുദ്ധത്തിന് പോകുമ്പോൾ നബിയുടെ തൊപ്പിക്കകത്ത് മുടി തുന്നിപ്പിടിപ്പിച്ച സ്വഹാബി ആര്? ഉത്തരം ഖാലിദ് ബിനു വലീദ് റളിയല്ലാഹു അൻഹു. പ്രവാചകനോടുള്ള സ്നേഹത്തിൽ മദീനയുടെ മുകളിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാതിരുന്ന മഹാൻ? ഉത്തരം ഇമാം മാലിക്. മദീനക്കാർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത് ആരെ? ഉത്തരം സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ. മദീനയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസം ആക്കിയത് ആരുടെ വീട്ടിൽ? ഉത്തരം അബൂ അബീൽ അൻസാരി. ഒന്നാമതായി ഖുർആൻ മനഃപ്പാഠമാക്കിയ വ്യക്തി? ഉത്തരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചിരുന്ന ഖുർആൻ ശപിച്ച അബൂലഹബിന്റെ ഭാര്യ? ഉത്തരം ഉമ്മു ജമീൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്ത അബൂലഹബിന്റെ അടിമ? ഉത്തരം സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ. സൂറത്തുൽ കൗസർ ആരുടെ അഭിസംബോധന ചെയ്യുന്നതാണ്? ഉത്തരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. യുദ്ധത്തിൽ വിട പറഞ്ഞ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശമുള്ള സ്വഹാബി? ഉത്തരം മിസ്അബ് ബിനു ഉമൈർ. ഒരു യാത്രക്കിടയിൽ അബവാഹ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിനെ ചെന്ന് പ്രാർത്ഥിച്ചു. ആരുടേതാണ് ആ ഖബർ? ഉത്തരം: ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ. ഏത് സൂറത്ത് അവതരിച്ചപ്പോൾ ആണ് ഇബ്ലീസ് അട്ടഹസിച്ചത്? ഉത്തരം: സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം: സൂറത്തുൽ ഫാത്തിഹ.